നമസ്കാരം. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ തന്നെ ഒരു കുറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു സന്ദേശം തന്നെയായിരിക്കും ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ ഏറ്റവും കൂടുതൽ വേദനയും തന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ട് മനസ്സ് ചിലപ്പോൾ വേദനിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഓർമ്മകൾ കൊണ്ട് മനസ്സ് വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് ഭഗവാന്റെ നന്മകൾ എങ്ങനെയാണ് ചെന്നെത്തുന്നത്, അതെങ്ങനെയാണ് ആകർഷിക്കുന്നത്? ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ചില സൂചനകൾ തന്നെ നൽകുകയാണ്. ജീവിതത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വ്യക്തി ഒരു വ്യക്തിയുടെ വഞ്ചനയും ചതിവും തിരിച്ചറിയുവാനും യഥാർത്ഥ സ്നേഹത്തെ, യഥാർത്ഥ പ്രണയത്തെ നിങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് മഹാദേവൻ വഴികാട്ടിയായിട്ട് എപ്പോഴും നിൽക്കും. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലൊരു അനുഭൂതി തന്നെയായിരുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുള്ള ഒരു വ്യക്തി. നിങ്ങളോട് ആഴത്തിലുള്ള പ്രണയം തന്നെ, അതിൻ്റെ അടയാളം ഓരോ കാര്യത്തിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ കൂടെയില്ലാത്ത ഓരോ നിമിഷവും അവർ എന്തുമാത്രം ഉത്കണ്ഠപ്പെട്ടിരുന്നു. നിങ്ങളെ അത്രത്തോളം അവർ അന്വേഷിച്ചിരുന്നു. അവരുടെ മനസ്സ് എപ്പോഴും ആശങ്കപ്പെട്ടിരുന്നത് തന്നെ നിങ്ങളെ അവരിൽ നിന്നും ആരെങ്കിലും അകറ്റാൻ ശ്രമിക്കുമോ എന്നതായിരുന്നു. കുറേയേറെ സംശയങ്ങൾ തന്നെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ അന്വേഷിക്കുകയും വിളിക്കുകയും നിങ്ങളെ ശ്രദ്ധിക്കുകയും എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അവരുടെ ചിന്തകൾ. തീവ്രമായ അവരുടെ പ്രണയം അതൊക്കെ വെളിപ്പെട്ടിരുന്നു. നിങ്ങളുടെ നിസ്സാരപ്പെട്ട വാക്കുകൾ പോലും അവരെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. എങ്കിലും അവർ സംസാരിച്ച ഓരോ കാര്യവും, അവരോട് നിങ്ങൾ സംസാരിച്ച ഓരോ കാര്യവും അവരും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇനി നിങ്ങളിൽ ഈ ഒരു ബന്ധം സൃഷ്ടിച്ചത് നിങ്ങളുടെ ശരീരവും മനസ്സുമെല്ലാം ഈ പ്രണയത്തിൽ വളരെ ദുർബലമായിട്ട് നിൽക്കുകയായിരുന്നു. അത് വെറുമൊരു ശാരീരികമായ ആകർഷണം മാത്രമല്ലായിരുന്നു. അത് ശരിക്കും ഹൃദയത്തിൽ തട്ടിയ ഒരു ബന്ധം തന്നെയായിരുന്നു. ആ വ്യക്തി പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ വ്യക്തിയുടെ ശബ്ദം പോലും നിങ്ങളെ എത്രത്തോളം ഉത്തേജിതമാക്കി. അവരുടെ ശബ്ദം ഒന്ന് കേൾക്കാതായപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. അത്രത്തോളം ഉണർവും ഉന്മേഷവും നൽകുന്നതായിരുന്നു ആ വ്യക്തിയുടെ സാന്നിധ്യം. ജീവിതത്തിൽ ഒരു ആഴമുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എല്ലാം അവർ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം അവർ അംഗീകരിച്ചു. നിങ്ങളുടെ ശക്തിയും ദുർബലതയും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിച്ചു. നിങ്ങളോട് വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും പെരുമാറി. നിങ്ങളോട് വാചാലമായി ഒരു ദിവസത്തിലെ മണിക്കൂറുകൾ തന്നെ ചെലവാക്കി. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചപ്പോഴും വിഷമങ്ങൾ വന്നപ്പോഴും ആശ്വസിപ്പിച്ചു. പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നു. മനോധൈര്യമേകി. ആത്മവിശ്വാസം കൂടുതലായി വർദ്ധിക്കാനിടയായി. ജീവിതത്തിൽ ഒരു താങ്ങും തണലുമായി കൂടെ നിന്നു. തെറ്റുകളൊക്കെ കാണുമ്പോൾ സ്നേഹത്തോടെ നിങ്ങളെ തിരുത്താനും ശ്രമിച്ചു. നിങ്ങളെ ഒട്ടും വേദനിപ്പിക്കാതെ കൂടെ തന്നെ നിർത്താൻ എപ്പോഴും ശ്രദ്ധിച്ചു. അത്രത്തോളം ആ സ്നേഹത്തിന് അവിടെ വിലയുണ്ടായിരുന്നു. അവിടെ സ്വാർത്ഥതയില്ലായിരുന്നു. അടിമയായിട്ട് കണ്ടില്ല. സ്വാതന്ത്ര്യവും എല്ലാ അംഗീകാരവും നൽകി. സ്വാർത്ഥമോഹങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. അവിടെ യാതൊരു ചൂഷണവും നടന്നതുമില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് ചിലർക്ക് ഇങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല. അവരെ പറ്റിയും നമ്മൾ ഓർക്കണം. എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വാസമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. ഒരു പ്രവൃത്തി അവർ ചെയ്യുമ്പോൾ അവർ മറ്റൊന്നാണ് നമ്മെ വിശ്വസിപ്പിക്കുന്നത്. അവർ മറ്റുള്ളവരോട് പോലും പലതരത്തിലുള്ള നുണകൾ പറയുന്ന സമയത്ത് ഭാവിയിൽ നിങ്ങളോടും ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. സൂക്ഷ്മമായി തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ശ്രദ്ധിച്ചു പോയിരുന്നു. അവർ ശരിയായ വഴിയിലാണോ പോകുന്നതെന്ന് നിങ്ങൾ ഇടയ്ക്കിടെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ അവർ പാടെ മാറ്റി പറയുന്ന വ്യക്തികളായി നിൽക്കുന്നത് നിങ്ങളെ വളരെ വേദനിപ്പിച്ചിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ലാതെ
അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ഏൽക്കുകയില്ലായിരുന്നു. പലതരത്തിലുള്ള പിണക്കങ്ങളും വന്നു. തെറ്റായ വാഗ്ദാനങ്ങൾ പലതും ആ വ്യക്തി നിങ്ങൾക്ക് തന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അത് പ്രവൃത്തിയിൽ ഒട്ടും തന്നെ അവർ വരുത്തിയില്ല. അവർക്ക് യാതൊരു കൃത്യതയും ഇല്ലാതെ അവർ ജീവിച്ചു. ഒരു കാര്യം പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. തേർഡ് പാർട്ടികളുമായി അവർ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. മറ്റുള്ളവരോട് അവർ ഒട്ടും തന്നെ നീതി പുലർത്തിയില്ല. നിങ്ങളോട് ഒട്ടും തന്നെ. ബന്ധങ്ങൾക്ക് യാതൊരു വിലയും അവർ കൽപ്പിച്ചില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എല്ലാത്തിനെയും അവർ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു. അവർ വിമർശിച്ചു, തെറ്റായ കാര്യങ്ങൾ ആരോപിച്ചു. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അവരുടെ കാര്യം നടത്തുന്നതിന് വേണ്ടി അവർ ആരെ വേണമെങ്കിലും സമീപിക്കുമായിരുന്നു. അവരുടെ നേട്ടങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി മാത്രം വളരെ മധുരമായിട്ട് നിങ്ങളോട് സംസാരിച്ചു. കാര്യങ്ങൾ എല്ലാം രഹസ്യമാക്കി വെച്ചു. അവരുടെ ഒരു കാര്യങ്ങളും നിങ്ങളോട് വെളിപ്പെടുത്തിയില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളെ അവർ നോക്കിക്കണ്ടു. അവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ അറിയിച്ചുമില്ല. നിങ്ങളെ എത്രത്തോളം തന്നെ സമ്മർദ്ദത്തിലാക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമോ സേവനമോ ഒരു സഹായമോ തന്ന് അതുവഴി നിങ്ങളെ അവരിലേക്ക് ആകർഷിച്ചെടുത്തതാണ്. ഉപകാരികളായി നിങ്ങളോടൊപ്പം വന്നുകൂടിയവരാണ്. ഈ ബന്ധത്തെ അവർ ആഘോഷിക്കുകയായിരുന്നു. അവർ ചൂഷണം ചെയ്യുകയായിരുന്നു. അത് മനസ്സിലാക്കുവാൻ നമുക്കായില്ല. നിങ്ങളെ വഞ്ചിക്കുവാനായി നിങ്ങളോടൊപ്പം കൂടി ഇത്രത്തോളം തന്നെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജീവിതത്തിൽ ഇത്രത്തോളം കടന്നു വന്നു. സാമ്പത്തികമായിട്ടുള്ള പുറമോടി കാണിച്ച് അവർ നിങ്ങളെ അടിമകളാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ജീവിത വഴികളിൽ വന്നു ചേരാം. ഇങ്ങനെയുള്ള മനുഷ്യരെ സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുക തന്നെ വേണം. നിങ്ങളോട് അതിര് കടന്ന ഒരു പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാം. ശാരീരികവും മാനസികവുമായി നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ വ്യക്തിത്വവും മാന്യതയും നിങ്ങളുടെ ഒന്നും തന്നെ അംഗീകരിക്കാത്ത വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഈ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള വഴികളിലേക്ക് പോകുമ്പോൾ തന്നെ ചിന്തിക്കുക. ജീവിതത്തിൽ കപ്പിൾസായിട്ട് തുടരുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നവർ, ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർ, ഇതിൽ ഏത് തരത്തിലുള്ള വ്യക്തിയായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാർഗങ്ങൾ കാട്ടിത്തരേണ്ടുന്നത് ഈ പ്രപഞ്ച ശക്തി തന്നെയാണ്. ഈശ്വരഹിതത്താൽ തന്നെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയതും അവിടെ പ്രണയം തീവ്രമായി തന്നെ നിലനിന്നതും. ആ സമയം ഒരു പക്ഷേ അകന്നു പോയേക്കാം. അതിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടായേക്കാം. ആ ഘട്ടം ചിലപ്പോൾ പഴയതുപോലെ വീണ്ടും വന്നേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം, നിങ്ങൾ തീവ്രമായി അത് ആകർഷിക്കുന്ന പക്ഷം അത് നിങ്ങളിൽ എത്തിച്ചേരും. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. സ്നേഹിച്ചതിനും വേർപിരിഞ്ഞതിനും വേദന ഉണ്ടായതിനും എല്ലാത്തിനും കൃത്യമായ കാരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. എങ്കിലും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എനർജി എങ്ങനെയാണ്? ആ ഊർജം തീവ്രമായി ആ ബന്ധത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ പ്രപഞ്ചശക്തി അത്രത്തോളം ആ ബന്ധത്തെ അടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ ബന്ധം ശരിയാണോ തെറ്റാണോ എന്ന്. ആ സൂചനകളിലൂടെ, അവരുടെ സ്വഭാവങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ശോഭനമാക്കാം. വാശി രണ്ടു കൂട്ടർക്കുമുണ്ട്. ആ വ്യക്തിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. സ്നേഹം രണ്ടു പേർക്കുമുണ്ട്. പക്ഷേ അതിലെല്ലാം വൈരുദ്ധ്യങ്ങളുമുണ്ട്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് വെറുപ്പോടെ ജീവിക്കുന്നത് ദുഷ്കരമാണ്. അവിടെ അംഗീകാരവും സ്വാതന്ത്ര്യവും കിട്ടണം. നിങ്ങളുടെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളും ഉണക്കുന്നതിന് ഈ പ്രപഞ്ചശക്തി, ഈ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ നന്മകൾ തിരിച്ചറിയാൻ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിനുണ്ടാക്കുന്ന ആഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ പ്രപഞ്ചശക്തിക്ക് മാത്രമേ കഴിയൂ. മഹാദേവൻ എല്ലാറ്റിനും നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. അത് ഉറപ്പാണ്.